നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 216 216. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ഭാഗം 216 മൂലം പ്രഭാഷണം. ഇന്ന് തൃതീയ സ്കന്ധത്തിൽ 6-ാം അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. നിർഭിന്നം താലുവരുണോ ലോകപാലോ അവിശദ്ധരേ ജിഹ്വായാം ശേനചരസം യയാസോ പ്രതിപദ്യത്തെ. നിർഭിന്നം താലുവരുണോ ലോകപാലോ അവിശദ്ധരേ ജിഹ്വായാം ശേനചരസം യയാസോ പ്രതിപദ്യത്തെ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ ഹരിക്ക് താലുവെന്ന സ്ഥലം, ഹരിക്ക് താലു എന്ന് പറഞ്ഞാൽ അണ്ണാക്ക് എന്നർത്ഥം. സ്ഥാനം ഉണ്ടായി. ലോകപാലകനായ വരുണൻ സ്വാംശമായ ജിഹയോടുകൂടെ അതിൻ്റെ അംശമായിട്ടുള്ള നാവോടുകൂടി പ്രവേശിച്ചു താലൂല്. അപ്പോൾ വരുണനാണ് അവിടെ. പക്ഷേ ഭഗവാന്റെ ലീലാവിലാസത്തിൽ നമുക്ക് പുറമേ നിന്നൊരു തുള്ളി വെള്ളം കുടിച്ചാലേ ആ താലു പ്രവർത്തിക്കുള്ളൂ അല്ലേ? അതാണല്ലോ ദാഹിക്കുന്നത്. അപ്പോൾ സ്വാംശമായ ജിഹയോടുകൂടെ പ്രവേശിച്ചു. യാതൊന്നിനെ കൊണ്ട് ഇവൻ രസത്തെ പ്രാപിക്കുന്നു. രസം, ശർക്കര ഇട്ടാൽ അരിയിൽ നിന്ന് എന്തുകൊണ്ടാ? ഈ താലൂലുള്ള രസഗ്രന്ഥികളുണ്ട്. അതായത് ജലത്തെ അല്ലേ ആഹാരം ഉണ്ടാക്കുമ്പോൾ പായസം കണ്ടാൽ മധുരം വെള്ളം വരുമായി, അല്ല കപ്പൽ ഓടിക്കാം എന്നൊക്കെ പറയും. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇനി അതിൻ്റെ 2 പേര് 3 പേര് ഭാവാർത്ഥമുണ്ട്. അതെന്താ? സാക്ഷാൽ ശ്രീഹരിയായിട്ട് ഉപാസിപ്പാൻ യോഗ്യനായ വിരാട് പുരുഷന് താലുവെന്നു പേരുള്ള സ്ഥാനമുണ്ടായി. ലോകപാലകനാണ് ആരെ? വരുണൻ. തനിക്ക് അധിഷ്ഠാനയോഗ്യമായ നാവോടുകൂടി ആ താലുവെന്ന സ്ഥാനത്തെ പ്രാപിച്ചു. ജീവൻ ജിഹ്വയെ കൊണ്ട് മധുരാധിരസത്തെ അറിയുന്നു. അതാണ് ജീവനാണ് അറിയണത്. മനസ്സിലായോ? 14-ാമത്തെ ശ്ലോകം. നിർഭിന്നേ അശ്വിനോ നാസേ വിഷ്ണോരാവിശദാംബദം ഘ്രാണേനാംശേന ഗന്ധസ്യ പ്രദീപത്യര്യതോ ഭവേത്. നിർഭിന്നേ അശ്വിനോ നാസേ വിഷ്ണോരാവിശദാംബദം ഘ്രാണേനാംശേന ഗന്ധസ്യ പ്രതിപത്യര്യതോ ഭവേത്. വിരാട് പുരുഷൻ്റെ നിർഭിന്നകളായ നാസികകളെ, അതായത് മൂക്ക്, അശ്വിനി ദേവകൾ 2 അതാണ് 2 തുള, അംശമായ ഘ്രാണത്തോടുകൂടെ സ്ഥാനത്തെ പ്രവേശിച്ചു. യാതൊന്നിൽ കൂടെ ഗന്ധത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകും. ഈ മൂക്കുള്ളത് കൊണ്ടാണല്ലോ എല്ലാറ്റിൻ്റെയും നല്ലതിൻ്റെയും ചീത്തയുടെ ഒക്കെ മണം നമ്മൾ പിടിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, വിരാട് പുരുഷന് നാസികകളുണ്ടായി. ആ സ്ഥാനത്തെ അശ്വിനി ദേവകൾ അവർക്ക് അധിവസിപ്പാൻ യോഗ്യമായിരിക്കുന്ന. ഇപ്പോൾ എന്താ മനസ്സിലായത്? എൻ്റെയും നിങ്ങളുടെയും മൂക്കിൽ അശ്വിനി ദേവകളുണ്ട്, ദേവന്മാരുണ്ട്, വരുണനുണ്ട്, അഗ്നിയുണ്ട്, വായു ഭഗവാനുണ്ട്. നമ്മൾ മോശക്കാരാണോ? എന്ത് നനച്ചാലും എന്ത് വിചാരിച്ചാലും നടക്കും. വേണ്ട പോലെ വിചാരിക്കണത് മാത്രം. അപ്പോൾ വേണ്ടത് ഏതാ വേണ്ടാത്തത് എന്താണെന്ന് അറിയും വേണം. മനസ്സിലായില്ലേ?
ഇപ്പോൾ ജന്മാന്തര ബന്ധങ്ങളുണ്ട്, അതൊന്നും പോവില്ല, എവിടെയാണെങ്കിലും വന്ന് ചേരും അത്. അപ്പോൾ അവർക്ക് അധിവസിപ്പാൻ യോഗ്യമായിരിക്കുന്ന ഘ്രാണത്തിൽ കൂടെ, വാസനയിൽ കൂടെ പ്രവേശിച്ചു. ആ ഇന്ദ്രിയദ്വാര ജീവന് സുഗന്ധ ദുർഗന്ധാദികളുടെ ജ്ഞാനമുണ്ടാകുന്നു എന്ന്. സുഗന്ധ ദുർഗന്ധാദികൾ, സുഗന്ധം ദുർഗന്ധം ഇത്യാദികളുടെ ജ്ഞാനം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇനി 15ാമത്തെ ശ്ലോകം. നിർഭിന്നേ അക്ഷിണി ത്വഷ്ടാലോകപാലോ അവിശദ് വിഭോ ചക്ഷുഷാംശേന രൂപാണാം പ്രതിപത്യര്യതോ ഭവേത്. ചെവി, ചക്ഷുസ്. നിർഭിന്നേ അക്ഷിണി ത്വഷ്ടാലോകപാലോ അവിശദ് വിഭോ ചക്ഷുഷാംശേന രൂപാണാം. അല്ല കേട്ടോ, കണ്ണ് ഇവിടെ കണ്ണാണ് പറഞ്ഞത്, ചക്ഷുഷ് മറ്റ് ശ്രോത്രം എന്നാണ് കേട്ടോ. ഞാൻ എന്തോ വികാരത്തള്ളിച്ചേലെന്ന് എനിക്ക് പറയാം. എന്താ വികാരത്തള്ളിച്ചേൽ? ഇതൊക്കെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ ശ്രീകൃഷ്ണ 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 ശരണം മമ, ശ്രീകൃഷ്ണ ചരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ചരണം മമ. എനിക്ക് ശ്രീകൃഷ്ണൻ്റെ ചരണങ്ങളാണ് ആശ്രയമായിട്ടുള്ളത്. എന്നെ എവിടേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടോ അതൊക്കെ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ ശ്രീഹരി എന്ന് ചുരുക്കത്തിൽ പറയാം. അപ്പോൾ ചിലപ്പോൾ ഈ പറയാൻ കിട്ടുന്ന സന്ദർഭം വരുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വരാം, ക്ഷമിക്കുക, എനിക്ക് അത്രേ പറയുള്ളൂ. അപ്പോൾ ഇവിടെ പറയണ്ടായി, നിർഭിന്നേ അക്ഷിണി ത്വഷ്ടാലോകപാലോ അവിശദ് വിഭോ ചക്ഷുഷാംശേന രൂപാണാം പ്രതിപത്തിര്യതോ ഭവേത്. വിഭുവിന്, അതായത് പ്രഭുവിന് നേത്രങ്ങൾ ഉണ്ടായി. ലോകപാലനായ സൂര്യൻ, ത്വഷ്ടാവ് എന്ന് പറഞ്ഞ സൂര്യൻ എന്നാണ്. അംശഭൂതമായ ചക്ഷുസ്സോടുകൂടെ പ്രവേശിച്ചു. യാതൊന്നിൽ കൂടെ രൂപങ്ങളുടെ ജ്ഞാനം ഉണ്ടായി. രൂപങ്ങളുടെ ജ്ഞാനം, അറിവ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കണ്ണുകൂടെയാണ്. ചെറുത്, വലുത്, തടിച്ചത്, കൃശമായിട്ടുള്ളത് എന്നൊക്കെ ഇല്ലേ, അതന്നെ. നിർഭിന്ന അന്യസ്യാം ചർമാണി ലോകപാലോ അനിലോ അവിശത്. അനില, കാറ്റ്. ഈ അനിലെന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്ക് അറിയില്ല. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാറ്റെന്ന്. പ്രാണേനാംശേന സംസ്പർശം ഏനാസോ പ്രതിപദ്യതേ നിർഭിന്ന അന്യസ്യ ചർമാണി. വേറൊരാൾ നമ്മളെ തൊട്ടാൽ അറിയുന്നുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് തൊട്ടാലും അറിയും ഇല്ലേ? ദേഷ്യമുള്ളപ്പോൾ ചിലവരെ തൊട്ട് വെച്ചാൽ അറിഞ്ഞു നടിക്കാറില്ല, അത് വേറെ കാര്യം, അത് നമ്മളെ ബാധകമല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇല്ലേ? നിർഭിന്ന അന്യസ്യ ചർമാണി ലോകപാലോ അനിലോ അവിശത് പ്രാണേനാംശേന സംസ്പർശം ഏനാസോ പ്രതിപദ്യതേ. ഇവന് ത്വക്കുകൾ ഉണ്ടായി. ലോകപാലനായ വായു, ലോകത്തെ പരിപാലിക്കുന്നതായ വായു അംശഭൂതമായ പ്രാണനോടുകൂടെ പ്രവേശിച്ചു. യാതൊന്നിനാൽ സംസ്പർശത്തെ ഇവൻ, അതായത് ജീവൻ പ്രാപിക്കുന്നു എന്നായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. വിരാട് പുരുഷന് ത്വക്കുകളുണ്ടായി. ലോകപാലനായ വായു സ്വാംശമായ പ്രാണനോടുകൂടെ ത്വഗിന്ദ്രിയത്തിൽ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പ്രിൻറ്റിങ് മിസ്റ്റേക്ക്, സാരമില്ല, ഇന്ദ്രിയം എന്ന് ഇവിടെ എഴുതിയാൽ മതി, പ്രവേശിച്ചു. ഇവയുടെ സഹായത്താൽ ജീവന് മൃദു, കഠിനം, ചൂട്, തണുപ്പ് എന്നിവയുടെ അറിവുണ്ടാകുന്നു പറഞ്ഞു. 17ാമത്തെ ശ്ലോകം. കർണാവശ്യ വിനിർഭിന്നോ ദിഷ്ണ്യം സ്വം വിവേശോർദിശ ശ്രോത്രേണാംശേന ശബ്ദസ്യ സിദ്ധിം യേന പ്രപദ്യതേ. കർണാവശ്യ വിനിർഭിന്നോ ദിഷ്ണ്യം സ്വം വിവേശോർദിശ ശ്രോത്രേണാംശേന ശബ്ദസ്യ സിദ്ധിം യേന പ്രപദ്യതേ. അതാണ് കർണം, ചെവി, ശ്രോത്രം അല്ലേ?
കാതുകൾ വാസസ്ഥാനം, ദിക്കുകൾ ശബ്ദത്തിൻ്റെ ജ്ഞാനത്തെ അനുഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വളരെ സിമ്പിളാണ്. വിരാട് പുരുഷന് കാതുകളുണ്ടായി, ദിഗ്ദേവതകൾ, അതായത് തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറ്, ആ ദിഗ്ദേവതകൾ അഷ്ടദിക്പാലകന്മാരെന്നൊക്കെ പറയും. ഞാൻ എന്താ നോക്കണത് വെച്ചാൽ എത്ര ശ്ലോകം, 40 ശ്ലോകമാണ് ഇതിലുള്ളത്. ഇപ്പം നമ്മൾ 17 പറയണത്. അവർ അന്താസ് കിട്ടുമല്ലോ. അപ്പോൾ വിരാട് പുരുഷന് കാതുകളുണ്ടായി, ദിഗ്ദേവതകൾ അവരുടെ അംശമായ ശ്രോത്രേന്ദ്രിയത്തോടുകൂടെ കർണങ്ങളിൽ അധിവസിച്ചു. അപ്പോൾ ചെവി ഉണ്ടായിട്ട് കാര്യമില്ല. ചെവിയിലുള്ള അതിദേവത പണി മുടക്കിയാൽ കാത് കേൾക്കാണ്ടേ പോവും. അപ്പോൾ കാതുണ്ടല്ലോ, പണ്ട് കാര്യമില്ല. അതേമാതിരി തന്നെ കേട്ടോ എല്ലാവരും. ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെ ജീവന് ശബ്ദജ്ഞാനമുണ്ടായി. ശബ്ദം കേട്ടാൽ കാത് വട്ടം പിടിക്കും ഇല്ലേ? 18 ത്വജം അസ്യ വിനിർഭിന്നം വിനിർഭിന്നാം വിവിശുർധിഷ്ണ്യമോഷധീ അംശേനാരോമഭികണ്ഡൂം യൈരസോ പ്രതിപദ്യത്തെ. ത്വജം അസ്യ വിനിർഭിന്നാം വിവിശുർധിഷ്ണ്യമോഷധി അംശേനരോമഭികണ്ഡൂം യൈരസോ പ്രതിപദ്യത്തെ. ത്വജം എന്ന് പറഞ്ഞ ത്വക്കിനെ ഔഷധികൾ, ചൊറിച്ചിലിനെന്നൊക്കെ അത്ര 2-3 പറയുള്ളൂ. പിന്നൊക്കെ അറിയണതാ ആർക്ക്? വായിച്ചു നോക്കിയിട്ടുള്ളവർക്ക്. അപ്പോൾ ഈ ത്വക്ക് ചൊറിയാനും ഉപയോഗിക്കും ഔഷധികൾ അല്ലേ? ഈ 7, അതായത് ഈ ചർമ്മം എന്ന് പറഞ്ഞാൽ ചോരേനെയും മാംസത്തിനും എല്ലിനെയും മജ്ജേനൊക്കെ പൊതിഞ്ഞ് വെക്കണതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. വിരാട് പുരുഷന് ത്വഗിന്ദ്രിയമുണ്ടായി, ഔഷധ ദേവതകൾ അംശഭൂതങ്ങളായ രോമങ്ങളോടുകൂടെ പ്രവേശിച്ചു. എണ്ണ തേച്ചാലൊക്കെ രോമകൂപങ്ങളിൽ കൂടെ എണ്ണ ഉള്ളിലേക്ക് പോകും. നന്നായിട്ട് വയർത്താൽ ഉള്ളിലുള്ള ചളി വയർപ്പിൽ കൂടെ പുറത്തേക്ക് വരും. അതാണ്. അപ്പോൾ വിരാട് പുരുഷന് ത്വഗിന്ദ്രിയമുണ്ടായി, ഔഷധ ദേവതകൾ അംശഭൂതങ്ങളായ രോമങ്ങളോടുകൂടെ പ്രവേശിച്ചു. ഈ രോമങ്ങളെ കൊണ്ട് ജീവൻ ചൊറിച്ചിലിനെ അറിയുന്നു. ചർമ്മങ്ങൾ എന്നും ത്വക്ക് എന്നും വെവ്വേറെ പറഞ്ഞത് തോലിലുള്ള കൂട്ടക്ഷര രോമകൂപങ്ങളെയും തോലിനെയും വെവ്വേറെ സങ്കല്പിച്ചിട്ടാകുന്നു എന്ന് പറഞ്ഞു. 19 എന്താ? മേഢ്രം തസ്യ വിനിർഭിന്നം സ്വദിഷ്ണ്യം ക ഉപാവിശത് രേതസാംശേന ഏനാസാത് ആനന്ദം പ്രതിപദ്യത്തെ. അവിടെ അതൊക്കെ ആനന്ദം കിട്ടാൻ ഒരുപാട് പ്രവർത്തിക്കണം. ഏനാസു അവിടെ രേതസാം മേഢ്രം അവിടെ കൂടുതൽ വാക്കുകൾ കൊടുത്തിട്ടില്ല. മേഢ്രം തസ്യ വിനിർഭിന്നം സ്വദിഷ്ണ്യം ക ഉപാവിശത് രേതസാംശേന ആനന്ദം പ്രതിപദ്യത. മേഢ്രം എന്ന് പറഞ്ഞാൽ ലിംഗം എന്നാണ് അർത്ഥം. ക എന്ന് പറഞ്ഞ ബ്രഹ്മാവ്, രേതസ്സോടുകൂടെ, രേതസ് പുരുഷൻ്റെ ബീജം എന്ന് പറയും. രേതസ് ആനന്ദത്തെ പ്രതിപാദിക്കണമെന്ന് പറഞ്ഞു. വിരാട് പുരുഷന് ലിംഗമുണ്ടായി, മേഢ്രമുണ്ടായി. പ്രജാപതി എന്ന ദേവത സ്വാംശമായ രേതസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ ഉപസ്ഥം എന്ന ഇന്ദ്രിയത്തിൽ കൂടെ പ്രവേശിച്ചു. ആ സ്ഥാനത്തെ കൊണ്ട് ജീവൻ രതിസുഖം അനുഭവിക്കുന്നു. രതിസുഖം, കാമദേവൻ്റെ ഭാര്യയാണ് രതി, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി 20-ാമത്തെ ശ്ലോകം.
ഗുദം പുംസോ വിനിർഭിന്നം മിത്രോ ലോകേശ ആവിശത് പായുനാംശേന യേനാസോ വിസർഗം പ്രതിപദ്യത്തെ. ഗുദം പുംസോ വിനിർഭിന്നം മിത്രോ ലോകേശ ആവിശത് പായുനാംശേന യേനാസോ വിസർഗം പ്രതിപദ്യത്തെ. ഗുദമെന്ന സ്ഥാനം മിത്രനെന്ന ദേവൻ ഗുദമെന്ന ഇന്ദ്രിയത്തിൽ കൂടെ വിസർജനത്തെ വിസർജിക്കുന്നു. ഇതാണ് അതിൻ്റെ വാക്കാർത്ഥം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. വിരാട് പുരുഷന് ഗുദം എന്ന സ്ഥാനമുണ്ടായി. ലോകേശനായ മിത്രൻ സൂര്യൻ എന്ന ദേവൻ സ്വാംശമായ പായു എന്നുകൂടി പേരുള്ള ഗുദേന്ദ്രിയത്തിൽ കൂടെ പ്രവേശിച്ചു. ഈ സ്ഥാനത്തിൽ കൂടെ ജീവൻ മലവിസർജനം ചെയ്യുന്നു. ഇപ്പോൾ ഒക്കെ ഈ ക്ലോസറ്റാവുകാരനെ അതിൻ്റെ ചൂടും അറിയില്ല, ആവിയൊന്നും അറിയില്ല. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. പണ്ടത്തെ കാലത്ത് ഓപ്പൺ സ്പേസിലായിരുന്നു ഒരു 10-60 കൊല്ലം മുമ്പേ. അന്ന് പോപ്പുലേഷൻ കമ്മിയാണ്. ഇനി അതും ഞാൻ പറയാം. പോപ്പുലേഷൻ കമ്മിയാണ്. അപ്പോൾ ആവി പറക്കും, അതാണ് സത്യം. പക്ഷേ അപ്പോൾ അവിടെ സൂര്യനുണ്ട് എന്നുള്ളതൊന്നും അത് നമ്മളെപ്പോലെ ഈ ഭാഗവതം പഠിക്കണവർക്കേ അറിയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സഹോദരന്മാരോട് സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, ഈ ആഖ്യാനം ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? എന്നെയും നിങ്ങളെയും പറ്റിയിട്ടാണ് പറഞ്ഞത്. ഈ ഭൂമണ്ഡലത്തിലുള്ള ഓരോ പ്രജകളും അവൻ ഏത് വിശ്വാസിയാണെങ്കിലും ശരി, അവനൊക്കെ ഇത് ബാധകമാണ്. എന്നാൽ ഇത്ര വലിയ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ സനാതനധർമ്മത്തിലല്ലാണ്ട് ഇതര ഗ്രന്ഥങ്ങളിലില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ബോണ്ട് പേപ്പറിൽ എഴുതിത്തരാം. എന്തുകൊണ്ടാണ് യൂറോപ്യൻസ്, വെസ്റ്റേൺ, ഈസ്റ്റേൺ ആൾക്കാരൊക്കെ ഈ ഭാഗവതത്തിൽ ഇസ്കോൺ, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, എന്തിനാണ് ഈ രാമായണത്തിൻ്റെയും ഭാരതത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും ഭഗവത്ഗീതയുടെയും പിന്നാലെ ഫോറിനേഴ്സ് പോണത്? അവരിത് പഠിക്കാൻ തയ്യാറാണ്. അവർ പഠിച്ചിട്ടുമുണ്ട്, പഠിച്ചു വരുന്നുമുണ്ട്. നമ്മുടെ ഈ കേരളത്തിലുള്ള സഹോദരന്മാർക്ക് എന്തോ ഇതൊരു അലർജിയാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമയമായില്ല പോലും, സമയമായില്ല പോലും എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അത് കഴിഞ്ഞ് 21-ാമത്തെ ശ്ലോകം പറയണു, ഹസ്താവസ്യ വിനിർഭിന്ന ആ ഇന്ദ്ര സ്വർപ്പതിരാവിശത് വാർത്തയാംശേന പുരുഷോ യയാ വൃത്തിം പ്രപദ്യതേ. ഹസ്താവസ്യ വിനിർഭിന്ന ഇന്ദ്ര സർപ്പതി ആവിശത്, സർപ്പതി ആവിശത്, സർപ്പതി ആവിശത് വാർത്തയാംശേന പുരുഷോ യയാ വൃത്തിം പ്രപദ്യതേ. എന്താ അതിനർത്ഥം? കൈകൾ സ്വർലോകാധിപൻ വ്യാപാരത്താൽ ഉപജീവനത്തെ തരുന്നു. സ്വർലോകാധിപനാരാ? ഇന്ദ്രൻ. എൻ്റെയും നിങ്ങളുടെയും കയ്യ് ദേവലോകത്ത് ഇന്ദ്രനെ പോലെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഉപജീവനത്തിനുള്ള വ്യാപാരം ചെയ്യാൻ കയ്യ് വേണം. മാഷാണെങ്കിൽ ചോക്കുകൊണ്ട് എഴുതണം, കയ്യിൽ വടി പിടിച്ച് അടിക്കണം. ഡോക്ടറാണെങ്കിൽ കൈകൊണ്ട് സ്റ്റെതസ്കോപ്പ് നമ്മുടെ മാറത്ത് വെച്ച് നോക്കണം, പരിശോധിക്കണം. മാഷനാണെങ്കിൽ സിമൻറ്റ് കൈകൊണ്ട് അടിക്കണം. വേണ്ടേ? കൈയില്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. മാമുണ്ണണമെങ്കിൽ കയ്യ് വേണം, തലോടാൻ കയ്യ് വേണം, അടിക്കാൻ കയ്യ് വേണം, കർമ്മങ്ങൾ ചെയ്യാൻ. പക്ഷേ എല്ലാറ്റിലും ഉപരി ഈശ്വരനെ തൊഴാൻ എന്ത് വേണം? കയ്യ് വേണം. അതാണ് ഇന്ദ്രൻ. എഗെയിൻ എൻ്റെ സഹോദരന്മാരെ, നിങ്ങളൊക്കെ ഇന്ദ്രന്മാരാണ്. കാരണം നിങ്ങൾക്കൊക്കെ കൈയുണ്ട്, എനിക്കുണ്ട്, ഞാനും ഇന്ദ്രൻ തന്നെയാണ്. എല്ലാവരും ഇന്ദ്രനാണ്. പക്ഷേ ഇന്ദ്രൻ്റെ അഹങ്കാരം, ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഇഷ്ടപ്പെടില്ല. നമ്മളൊക്കെ ബ്രഹ്മാവാണ്. കാരണം രജോ ഗുണമുണ്ട്, നമ്മളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നേരെ ആവണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. അതുകൊണ്ടാണ് ഭാഗവതം കുട്ടിക്കാലത്ത് പഠിക്കൂ. 6, 8, 10, 12 കുട്ടികളോട് പറയൂ, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ കിട്ടും, നല്ല ഇംഗ്ലീഷിൽ.
ട്രാൻസ്ലേഷൻ കിട്ടും. പഠിക്കൂ, വായിച്ച് നന്നാവിൻ. നന്നായിട്ടില്ലെങ്കിൽ അവരവർക്കാണ്, നന്നായ ലോകത്തിനാണ്. ഇത്രയും ഞാൻ സിൻസിയറായിട്ട് വളരെ നിങ്ങളുടെ കാല് പിടിച്ചിട്ട് ഞാൻ വിനന്തി ചെയ്യുകയാണ്. എന്തിനാ എനിക്ക് ആവശ്യം? എന്നാലെങ്കിലും നിങ്ങളൊന്ന് രക്ഷപ്പെടും. അത്രയേ ഉള്ളൂ. പ്രൊഫഷണൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ലിമിറ്റേഷനിലുള്ള കാര്യമല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്രയും സിൻസിയറായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു, വിരാട് പുരുഷന് കൈകളുണ്ടായി സ്വർലോകാധിപനായ ഇന്ദ്രൻ തൻ്റെ അംശമായ വ്യാപാരത്തോടുകൂടെ കൈകളിൽ പ്രവേശിച്ചു. ജീവൻ ഈ കൈകളുടെ വ്യാപാര ശക്തിയാൽ ഉപജീവനത്തെ സമ്പാദിക്കുന്നു. അപ്പോൾ ചിലവരെ മുണ്ടാതെ കണ്ട് ഒന്നും ചെയ്യാതെ കണ്ടിരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. ഉപജീവനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. വെറുതെ വിളക്ക് വെച്ച് തൊഴുതുകൊണ്ട് ഉപജീവനാവില്ല. കുറുന്തോട്ടി പറിക്കണം, നാരായണാന്ന് ജപിക്കണം, കഷായം വെക്കണം, കഷായം കുടിക്കണം, രോഗം മാറും. നാരായണാന്ന് ജപിക്കണം. കുറുന്തോട്ടി പറിക്കുമ്പോഴും കുറുന്തോട്ടി കഷായം വയ്ക്കുമ്പോഴും കഴിക്കുമ്പോഴും കഴിച്ചതിൻ്റെ ശേഷം കിടക്കുമ്പോഴും ഉണർന്നു പോലും ഒക്കെ നാരായണ നാരായണ എന്ന് ജപിക്കണം. 22 പാദാവസ്യ വിനിർഭിന്നോ ലോകേശോ വിഷ്ണുരാവിശത് ഗത്യാസ്വാംശേന പുരുഷോ യയാ പ്രാപ്യം പ്രപദ്യത്തെ. പാദാവസ്യ വിനിർഭിന്നോ ലോകേശോ വിഷ്ണുരാവിശത് ഗത്യാസ്വാംശേന പുരുഷോ യയാ പ്രാപ്യം പ്രപദ്യത്തെ. കാലുകൾ ഗമനത്തോടുകൂടെ വരാനും പോകാനും കാലുകൾ വേണം. അമ്പലങ്ങളിൽ പ്രദർശനം ചെയ്യാൻ അമ്മേനെയും അച്ഛനെയും തൊഴിക്കാനല്ല കേട്ടോ. ഭാര്യേനെയും ഭർത്താവിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിക്കരുത് കേട്ടോ, മോശമാണ്. അതോടാണ് പറഞ്ഞത്. കുറച്ച് ബ്ലാക്ക് ബെൽറ്റൊക്കെ പിടിച്ചോ 2 എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. കള്ളു കുടിച്ച് വന്ന് നമ്മൾ ഭാര്യേനെയും എന്ത് ചെയ്യാൻ പാടില്ല? കാലുകൊണ്ട് തൊഴിക്കരുത്. കൈകൊണ്ടും പാടില്ല കേട്ടോ, കാലോട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ കാലുകൾ ഗമനത്തോടുകൂടി പ്രാപിക്കേണ്ടതായ സ്ഥാനത്തെ, എന്താ പ്രാപിക്കേണ്ട സ്ഥാനം? വൈകുണ്ഠം. അതിന് ഈശ്വരോപാസന തന്നെ വേണം. പ്രാപിക്കുന്നു. വിരാട് പുരുഷന് കാലുകളുണ്ടായി ലോകേശ്വരനായ വിഷ്ണു സ്വാംശഗതിയോടുകൂടെ ആ കാലുകളിൽ പ്രവേശിച്ചു. അപ്പോൾ ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാണ്ട് എല്ലാവരുടെ കാലിലും ആരുണ്ട്? നടക്കാനുള്ള ശക്തി. അതാണ് എല്ലാവരും തലമണ്ട മുട്ടണത് എവിടെയാണ്? ഭഗവാന്റെ പാദപത്മത്തിലാണ്. അപ്പോൾ ലോകേശ്വരനായ വിഷ്ണു സ്വാംശഗതിയോടുകൂടെ ആ കാലുകളിൽ പ്രവേശിച്ചു. ജീവൻ ഈ ഗമനശക്തിയാൽ പ്രാപിക്കേണ്ടതായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. എന്താ പ്രസൻറ്റേഷൻ! 23 ബുദ്ധിം ച അസ്യ വിനിർഭിന്നാം വാഗീശോ ധിഷ്ണ്യമാവിശത് ബോധേനാംശേന ബോധവ്യാ പ്രതിപത്യര്യതോ ഭവേത്. ബുദ്ധിം ച അസ്യ വിനിർഭിന്നാം വാഗീശോ ധിഷ്ണ്യമാവിശത് ബോധേനാംശേന ബോധ്യവ്യപ്രതിപത്തിര്യതോ ഭവേത്. ഇവന് ഉണ്ടായതായ ബുദ്ധിയെ ബ്രഹ്മാവ് സ്വാംശമായ ബോധത്തോടുകൂടെ വാസസ്ഥാനമായിട്ട് പ്രവേശിച്ചു. യാതൊന്നിനാൽ അറിയേണ്ടതിൻ്റെ അറിവ് ഉണ്ടാകും. അറിവുണ്ടാകും. അതിൻ്റെ ഭാവാർത്ഥം, വിരാട് പുരുഷനുണ്ടായ ബുദ്ധിയാകുന്ന വാസസ്ഥാനത്തെ ബ്രഹ്മദേവൻ സ്വാംശമായ നിശ്ചയാത്മകജ്ഞാനത്തോടുകൂടെ അതൊക്കെ നിശ്ചയാത്മകജ്ഞാനം. ശരിയോ തെറ്റോ നിശ്ചയിക്കണം, അതിനറിവ് വേണം, വേണ്ടേ? നിശ്ചയാത്മകജ്ഞാനത്തോടുകൂടെ പ്രവേശിച്ചു. ഈ ജ്ഞാനത്താൽ ജീവന് അറിയേണ്ടതായ വസ്തുക്കളുടെ ജ്ഞാനം സിദ്ധിക്കുന്നു. അപ്പോൾ ഭാഗവതം പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ജ്ഞാനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? അതുകൊണ്ടാണ് സിൻസിയറായിട്ട് പറഞ്ഞത്, എത്ര സമയമില്ലെങ്കിലും ഭാഗവതം പഠിക്കൂ, രക്ഷപ്പെടൂ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന.
എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.